DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 6 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പ്. ഡിജിപിൻ എന്ന് വിളിക്കുന്ന ഈ സംവിധാനം ഉപയോഗിച്ച് വിലാസങ്ങളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താനാകും. പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന പിൻകോഡുകൾ വലിയൊരു പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ 10 അക്ക ഡിജിപിൻ മേൽവിലാസം സ്ഥിതി ചെയ്യുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ സഹായിക്കും. നിങ്ങളുടെ ഡിജിപിൻ കണ്ടെത്താൻ സർക്കാർ പ്രത്യേകം വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ഡിജിപിൻ മനസ്സിലാക്കാനാവും. കത്തുകളും മറ്റു പോസ്റ്റുകളും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനും ആംബുലൻസ്, രക്ഷാപ്രവർത്തനം എന്നിവ കൃത്യസമയം ലഭ്യമാക്കുന്നതിനുമെല്ലാം ലക്ഷ്യമിട്ടാണ് ഈ ഡിജിപിൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഷോപ്പിംഗ് നടത്തുന്നവർക്കും ലോജിസ്റ്റിക്സ് സേവനദാതാക്കൾക്കുമെല്ലാം ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനാവും. ഡിജിപിൻ QR കോഡുകൾ സ്കാൻ ചെയ്താൽ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ കണ്ടെത്താനും നാവിഗേറ്റ് ചെയ്യുവാനും സാധിക്കും. ഡിജിപിൻ ലഭിക്കുവാൻ ചെയ്യേണ്ടത് dac.indiapost.gov.in/mydigipin/home എന്ന പേജ് സന്ദർശിക്കുക. നിങ്ങളുടെ ലൊക്കേഷൻ തിരഞ്ഞു കണ്ടുപിടിച്ച് അതിനു മുകളിൽ ക്ലിക്ക് ചെയ്താൽ വലതുഭാഗത്ത് താഴെയായി ആ സ്ഥാനത്തിന്റെ ഡിജിപിൻ ലഭിക്കും. 4 മീറ്റർ പരിധിയിൽ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ ഇതുവഴി സാധിക്കും. അടുത്ത അറിയിപ്പ്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗത്തെ കപ്പലപകടം ബാധിച്ച സാഹചര്യത്തിൽ സഹായവുമായി എത്തിയിരിക്കുകയാണ് സർക്കാർ. ഈ ജില്ലകളിലെ 78,498 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും 27,020 മത്സ്യബന്ധന അനുബന്ധ കുടുംബങ്ങൾക്കും ഇടക്കാല ആശ്വാസം അനുവദിച്ച് ഉത്തരവായിരിക്കുകയാണ്. ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 1000 രൂപയും ഒരു കുടുംബത്തിന് 6 കിലോഗ്രാം അരി വീതം സൗജന്യ റേഷനാണ് അനുവദിച്ചത്. 10.55 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂവെന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ്. മഴക്കെടുതി കാരണം കണയന്നൂർ, കാർത്തികപ്പള്ളി, കുട്ടനാട് താലൂക്കുകളിൽ മെയ് മാസത്തെ റേഷൻ വിതരണം പൂർത്തിയാക്കാൻ ഒരു ദിവസം കൂടി നീട്ടി നൽകിയിരിക്കുന്നത് ഇന്നലെ രാത്രി 8 മണിയോടെയാണ് പൂർത്തിയായത്. ഇതേ തുടർന്ന് ഇപോസ് യന്ത്രങ്ങൾ സജ്ജമാക്കാൻ ഉച്ചവരെ സാവകാശം വേണമെന്ന് ഹൈദരാബാദിലെ നാഷണൽ ഇൻഫർമേറ്റിക് സെന്റർ അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണിതെന്ന് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ഈ മാസവും വെള്ളക്കാർഡ് ഉടമകൾക്ക് 6 കിലോ അരി റേഷൻ വിഹിതമായി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും സാധാരണ വിഹിതമായി 2 കിലോ അരി വീതം കിലോഗ്രാമിന് 4 രൂപ നിരക്കിൽ നൽകും. സ്പെഷ്യൽ വിഹിതമായി നീലക്കാർഡിന് 3 കിലോ അരി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ബക്രീദ് പ്രമാണിച്ച റേഷൻ കടകൾക്ക് നാളെ അവധിയാണ്. അടുത്തറിയിപ്പ്, സ്റ്റോറായി മാറിയ റേഷൻ കടകൾക്ക് പുറമെ സപ്ലൈകോ ശാലകളിലും ഇനി 1 ലിറ്റർ കുപ്പിവെള്ളം 10 രൂപയ്ക്ക് ലഭിക്കും. ജലവിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ച് വിപണിയിലിറക്കുന്ന ഹില്ലി അക്വ കുപ്പിവെള്ളം സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി വിതരണം ചെയ്യാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അനുമതി നൽകിക്കഴിഞ്ഞു. സ്റ്റോറുകളായി മാറിയ റേഷൻ കടകളിൽ കുപ്പിവെള്ള വിൽപ്പന നടത്താൻ 2023 നവംബറിൽ അനുമതി നൽകിയിരുന്നു. 1959 സ്റ്റോറുകളാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.